നമസ്കാരം. നക്ഷത്രരാശിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷത്തിൽ നിതാന്ത ശത്രു, നിതാന്ത മിത്രം, അതുപോലെ താൽക്കാലിക ശത്രു, താൽക്കാലിക മിത്രം എന്നൊക്കെയുള്ള അവസ്ഥകളുണ്ട്. ഒരു ഗ്രഹം ചിലപ്പോൾ ഇപ്പോൾ വ്യാഴത്തിൻ്റെ ശത്രുവാണ് ശുക്രൻ. എന്നാൽ ശുക്രന് സമനാണ് വ്യാഴം. എന്നാൽ വ്യാഴവും ശുക്രനും പരസ്പരം അടുത്ത രാശികളിലോ അല്ലെങ്കിൽ 3 രാശികൾക്കകത്ത് പരസ്പരം വരികയോ ചെയ്താൽ വ്യാഴത്തിൻ്റെ താൽക്കാലിക മിത്രമായി മാറുന്നു ശുക്രൻ. അതുപോലെ ഓരോ ഗ്രഹത്തിനും ഈ അവസ്ഥയുണ്ട്. അപ്പോൾ നിതാന്ത ശത്രു, അതായത് സ്വാഭാവികമായ ശത്രു അടുത്തടുത്ത് നിൽക്കവേ അത് താൽക്കാലികമായ മിത്രമാവാം. അതുപോലെ സ്വഭാവത്തിൽ ശരിക്കും, അതായത് ബേസിക്കലി ശരിക്കും പരസ്പരം മിത്രങ്ങളായിരുന്നവർ ചിലപ്പോൾ വളരെ അകന്നു നിന്നാൽ തൽക്കാല ശത്രുക്കളുമാവാം. ഇത് ചാരവശാലും പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഡിസംബർ 17 മുതൽ ഡിസംബർ 23 വരെയുള്ള ഒരാഴ്ചത്തെ ഫലം ഓരോ കൂറുകാർക്കും എങ്ങനെയാണെന്ന് നോക്കാം. മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ തൊഴിലിലോ അല്ലെങ്കിൽ തങ്ങൾക്ക് വരുമാനം നൽകുന്ന രംഗത്തോ കൂടുതൽ ചില പദ്ധതികളും ചില ആസൂത്രണങ്ങളും ആവിഷ്കരിക്കാൻ വേണ്ടി, അതായത് ധനപരമായ ഉയർച്ചയ്ക്കോ ജോലിയിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകാനോ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ആരംഭിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് തിങ്കൾ, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളും തുടർന്ന് വരുന്ന ദിവസങ്ങളുമെല്ലാം തന്നെ ഇവർക്ക് ഗുണകരമായിട്ട് വരുന്നത്. അപ്പോൾ പ്രവർത്തന മേഖലയിൽ തങ്ങൾ ആസൂത്രണം ചെയ്ത രീതിയിലുള്ള ചില പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അതല്ലെങ്കിൽ അവിടെ പുതിയതായിട്ട് എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു. അത് കൂടുതൽ സാമ്പത്തിക നേട്ടത്തിന് കാരണമായി മാറുന്നു. ഇതുവരെ ഏതെങ്കിലും ഒരു രംഗത്ത് പ്രവേശിക്കാത്തവർ പ്രവേശിക്കാനുള്ള ഒരു പുതിയ തുടക്കവും ഒരുപക്ഷെ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ആരംഭിക്കാം. അതായത് 17, 18, 19 ദിവസങ്ങൾ അതിനുള്ളതാണ്. മാത്രമല്ല മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ നിന്നിരുന്ന സൂര്യൻ 9ാം ഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ സൂര്യൻ്റെ ഒരു ഗുണം കൂടി ഇവർക്ക് കിട്ടും. 9ലെ സൂര്യൻ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഗുരുകടാക്ഷം ഇവരിലേക്ക് വരികയാണ്. പിതാവിന് നേരിയ ശാരീരിക അവശത ഉണ്ടാകാമെങ്കിലും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മികവുണ്ടാകുന്ന തരത്തിലുള്ള ചില ധാർമ്മികമായ നീതി, ചില അനുഗ്രഹം, കാരണവസ്ഥാനത്തുള്ളവരുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ അനുഗ്രഹം നേടിയെടുക്കുന്നു ഇവർ. അപ്പോൾ സ്വാഭാവികമായും ആഴ്ചയുടെ തുടക്കത്തിലും തുടർന്നുള്ള 2-3 ദിവസങ്ങളിൽ ഇവർക്ക് സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. പൊതുവെ ഈ ആഴ്ച മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന വിജയം, സാമ്പത്തിക നേട്ടം, യാത്ര കൊണ്ട് ആനുകൂല്യം, യാത്രയിൽ ഗുണം, ഭാഗ്യാനുകൂല്യം തുടങ്ങി ബന്ധുമിത്രാദികളുമൊത്തുള്ള നല്ല ചില നീക്കങ്ങൾ എല്ലാം കാണുന്നുണ്ട്. പൊതുവെ ഗുണകരമാണ് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച. ഈ ആഴ്ചയിലെ ഇവരുടെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 17, 18, 19, പിന്നെ 22, 23 ദിവസങ്ങൾ താരതമ്യേന മേന്മയുള്ള ദിവസങ്ങളാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്ക ദിവസം ചെറിയ ചില അസ്വാരസ്യങ്ങളോ ചില ഭാഗ്യക്കേടുകളോ ഉണ്ടാകുമെങ്കിലും തിങ്കളാഴ്ച മുതൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും പ്രവർത്തനങ്ങളിൽ അവർക്ക് അതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പുതിയ മികവ് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു. അതുപോലെ ജോലിയില്ലാത്തവർക്ക് ജോലി ലഭ്യമാകുന്നു. അതല്ലെങ്കിൽ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കുകയും തങ്ങളുടെ കഴിവ് നല്ലവണ്ണം പ്രകടിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉറപ്പാകുന്നു. യാത്ര ചില ലക്ഷ്യങ്ങളെ സാധൂകരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പൊതുവെ സന്തോഷകരമായ ഒരു ദിവസമാണ് ആഴ്ചയുടെ ഏതാണ്ട് വ്യാഴാഴ്ച, വെള്ളിയാഴ്ച വരെ. ആഴ്ചയുടെ അവസാനം വരെയും ഗുണകരമായിട്ട് കാണുന്നു. പൊതുവെ സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുകയും ചെയ്യും. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന സ്നേഹവും ഭക്തിയും ഉണ്ടാകുന്നതുകൊണ്ട് തീർത്ഥാടനങ്ങളിൽ പോകാൻ സാധിക്കും. അതുപോലെ തന്നെ അമ്മയും കുടുംബവുമൊക്കെ ഒത്ത് ചെറിയ ചില സുഖവാസ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ മനസ്സിന് ഇണങ്ങുന്ന സ്ഥലത്തേക്കോ യാത്ര തിരിക്കാനുമൊക്കെ സാധിക്കുന്ന ഒരാഴ്ചയാണിത്. പൊതുവേ സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയവുമെല്ലാം കാണുന്നു. എന്നാൽ തുട, കാൽമുട്ട് ഭാഗങ്ങളിൽ നേരിയ തോതിലുള്ള അവശത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നഖങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന അസുഖം മൂർച്ഛിക്കുകയോ അത് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാനോ സാധ്യത, അതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് 18, 19, 20, 21 ഇവർക്ക് തികച്ചും നല്ല ദിവസങ്ങളാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം.
ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്കത്തിലെ 1-2 ദിവസങ്ങൾ അല്പം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും അലസതയോ മറ്റെന്തെങ്കിലും തടസ്സമോ കാരണം പ്രവർത്തിക്കാനുള്ള മടി കാണുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ അത് ശാരീരികമായ അവശതയാവാം, നീർദോഷത്തിൻ്റെ അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ശാരീരികമായ അവശതയാണ് കൂടുതലായി വരാൻ സാധ്യത. അതുപോലെ കുടുംബത്തിലും ചില അസ്വാരസ്യങ്ങൾ കാണുന്നുണ്ട്. ചിലപ്പോൾ ജീവിത പങ്കാളിയുമായിട്ടുള്ള ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസമോ പ്രശ്നമോ കാരണം വീട്ടിൽ നിന്ന് ആദ്യത്തെ 1-2 ദിവസം മാറി നിൽക്കാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ ശാരീരികമായ ചില അവശത ഈ നക്ഷത്രക്കാർക്കും അനുഭവപ്പെടാം. പ്രത്യേകിച്ച് ദഹനവുമായി ബന്ധപ്പെട്ടോ ഉദരവുമായി ബന്ധപ്പെട്ടോ ഉള്ള പ്രശ്നങ്ങളാണ്. എന്നാൽ ചൊവ്വാഴ്ച മുതൽ ഇവർക്ക് വളരെ നല്ല ഗുണമായിട്ട് കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ മാക്സിമം അവർ അവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നു, യാത്രാ വിജയം കാണുന്നു. പൊതുവെ മറ്റുള്ളവരുമായി സഹവസിക്കുന്നതിലും പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നതിനും ഭാഗ്യം അനുകൂലമായി വരുന്നതിനുമൊക്കെ ബുധനാഴ്ച തൊട്ടാണ് ഇവർക്ക് കൂടുതൽ ഗുണം കാണുന്നത്. അപ്പോൾ മിഥുനക്കൂറിന് ഈ ആഴ്ചയിൽ പകുതി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിട്ട് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 20, 21, 22, 23 ദിവസങ്ങൾ നല്ല ദിവസങ്ങളായി മാറുന്നു. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ അനുകൂല സ്ഥിതിയിൽ വന്നാലും ശനി 8ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആദ്യം ഒരു തടസ്സത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മനോവ്യഥയുടെയോ അവസ്ഥ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 9ലെ രാഹുവും അവർക്ക് അത്ര നല്ല ഗുണമല്ല. എന്നാൽ 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു ഇവർക്ക് തീർച്ചയായിട്ടും മനസ്സിന് ഒരു ഈ പ്രതിബന്ധങ്ങൾക്കിടയിലും അതുപോലെ വെല്ലുവിളികൾക്കിടയിലുമൊക്കെ അവർക്ക് മനസ്സിന് കൂടുതൽ ഊർജ്ജസ്വലത നൽകാൻ സാധിക്കുന്നത് കൊണ്ട് ഒന്നും അവരെ സാരമായി ബാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ നല്ല വിജയം കാണുന്നുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ യാതൊരു മടിയും കൂടാതെ വെല്ലുവിളിയെയും വിമർശനങ്ങളെയും നേരിട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. നനഞ്ഞ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് നനഞ്ഞ വസ്ത്രം ധരിക്കുക, നനഞ്ഞ സ്ഥലത്ത് ഈർപ്പമുള്ള സ്ഥലത്ത് അധികം ഇരിക്കുക, ഇതൊക്കെ ഇവർക്കിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. മൂക്ക്, കഴുത്ത് ഈ ഭാഗത്തൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് തണുത്ത വസ്തുക്കൾ കഴിക്കുന്നതിന് പകരം എല്ലാം തിളപ്പിച്ച് ആറ്റി കഴിക്കുന്നതായിരിക്കും പ്രത്യേകിച്ചും ഈ ആഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 22, 23 പിന്നെ തുടക്ക ദിവസമായ 17, അതായത് 17, 22, 23 ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ദിവസങ്ങളാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവർക്കും ദോഷകരമായ ചില അവസ്ഥകൾ ഉണ്ട്. വ്യാഴത്തിൻ്റെ 9ാം ഭാവത്തിലെ അനുകൂല സ്ഥിതി മാത്രമാണ് ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നത്. 2ാം ഭാവത്തിലെ കേതുവിൻ്റെ സഞ്ചാരവും അതുപോലെ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്ന രാഹുവും ദോഷമാണ് കൂടുതലും കാണിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടകശനിയുമുണ്ട്. അപ്പോൾ 7ഉം 8ഉം മോശഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും തങ്ങളുടെ പ്രതിഷ്ഠയ്ക്ക് മങ്ങലേൽക്കുന്ന വിധമുള്ള ചില ദോഷകരമായ പെരുമാറ്റങ്ങൾ കുടുംബത്തിലായാലും അല്ലെങ്കിൽ സഹപ്രവർത്തകർക്കിടയിലായാലും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയോടായാലും കാണിക്കേണ്ടി വരുമെന്നൊരവസ്ഥ വരുന്നുണ്ട്. അവരിൽ നിന്നും നീരസമുണ്ടാവുകയോ കലഹമോ അഭിപ്രായ വ്യത്യാസമോ അവരിൽ നിന്ന് അകന്നു നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ നക്ഷത്രക്കാർ എന്താണോ പറയുന്നത് ആ അർത്ഥത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നില്ല കേൾക്കുന്നവരും ഇടപെടുന്നവരുമൊന്നും. അതുകൊണ്ട് വാക്കുകൾ അങ്ങേയറ്റം സൂക്ഷിച്ച് ഏറ്റവും കൃത്യതയോടുകൂടി ഉപയോഗിക്കുക. ലഹരി പദാർത്ഥങ്ങൾക്കോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഹാലുസിനേഷൻ മൂഡിലോ ഒന്നും പ്രവേശിക്കാതിരിക്കാൻ പരമാവധി നോക്കുക. ബോധമാണ് ഈശ്വരൻ എന്ന തത്വത്തെ മുറുകെ പിടിക്കുക. ബോധത്തെ എപ്പോഴും ഉണർവോടുകൂടി നിർത്താൻ ശ്രമിക്കുക ചിങ്ങക്കൂറുകാർ എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് ഇപ്പോൾ അനുകൂല സ്ഥിതി എന്ന് പറയുന്നത് വലിയ ഒരു പ്രശ്നമൊന്നും സംഭവിക്കില്ലെങ്കിലും സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. കടബാധ്യതയിൽ നിന്നും മോചനം, അതുപോലെ ഉദര രോഗങ്ങളിൽ നിന്നും മോചനം കാണുന്നു. തങ്ങളോട് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ ഭിന്നത ഉള്ളവർ ആഴ്ചയുടെ മധ്യഭാഗത്തിന് ശേഷം, അതായത് ആഴ്ചയുടെ 2ാം പകുതിക്ക് ശേഷം കൂടുതൽ ഇഷ്ടത്തോടു കൂടി തിരിച്ചു വരുമെന്നും കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 17, 18, 19 നല്ല ദിവസങ്ങളാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇപ്പോഴും അനിഷ്ടസ്ഥാനത്ത് ഭാഗ്യക്കേടിൻ്റെ പ്രതിരൂപമായി നിൽക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ജന്മത്തിൽ കേതുവുണ്ട്, 7ാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്നു. ഏകദേശം കുടുംബ ബന്ധങ്ങളിലും പ്രണയബന്ധങ്ങളിലും അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ ചെറിയ ചില വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്, പ്രത്യേകിച്ചും ഈ ആഴ്ച. പക്ഷേ വരുന്ന ആഴ്ചകളിലൊക്കെ അതിന് മാറ്റമുണ്ടാകും. ശുക്രൻ്റെ 2ലെ നില ഏകദേശം
ഗുണം ഇവർക്ക് കൊടുക്കും. അതായിരിക്കാം ഏക പ്രതീക്ഷ ഇവർക്ക് ഇവരുടെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പ്രണയിനിയുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പങ്കാളിയെക്കുറിച്ചുള്ള ആശങ്കകളോ അകറ്റുന്നത് രണ്ടിൽ നിൽക്കുന്ന ശുക്രനാണ്. സാമ്പത്തികമായ നേട്ടവും രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് സമ്മാനിക്കും. മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളുടെ നില, അതായത് 4-ാം ഭാവത്തിലേക്ക് സൂര്യൻ പോയിരിക്കുന്നു, ബുധൻ അവിടെ തന്നെയുണ്ട്. അപ്പോൾ ബുധൻ്റെയും ഒക്കെ നില ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഗുണങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. മറ്റ് ദോഷങ്ങളൊന്നും തന്നെ കാണുന്നില്ല. പ്രധാനപ്പെട്ട സംഭവം ഇവരെ സംബന്ധിച്ചിടത്തോളം സൂക്ഷിക്കേണ്ടത് അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ അവസ്ഥയാണ്. സാമ്പത്തികമായി പരുങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ എത്ര കിട്ടിയാലും മതിയാകാതെ വരാം, അല്ലെങ്കിൽ സമ്പത്ത് കിട്ടുന്നത് പാഴായി പോകുകയോ മറ്റെന്തെങ്കിലും അനാമത്ത് ചിലവിലേക്ക് നയിക്കപ്പെടുകയോ ചെയ്തേക്കാം. അതുകൊണ്ട് അങ്ങേയറ്റം പ്രാർത്ഥനയോടുകൂടി മനസ്സിൻ്റെ ശക്തിയോടുകൂടി എല്ലാ കാര്യങ്ങളും ജാഗ്രതയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ഒരു പാഴ് സ്വപ്നം പോലെയോ അല്ലെങ്കിൽ ആബ്സെൻറ്റ് മൈൻഡഡായോ ശ്രദ്ധയില്ലാതെയോ ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. എല്ലാത്തിനും ഈശ്വരൻ്റേതായ ഒരു സാന്നിധ്യം വേണമെന്ന മട്ടിൽ എപ്പോഴും പ്രാർത്ഥനയോടുകൂടിയോ നാമജപത്തോടുകൂടിയോ ഓരോ കാര്യങ്ങളും ചെയ്യുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 18, 19, 20, 21 നല്ല ദിവസങ്ങളാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവർക്ക് വ്യാഴം അനുകൂല സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ രാഹു 6-ൽ വന്നിരിക്കുന്നു, 12-ാം ഭാവത്തിൽ കേതു. മാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശനി 5-ലാണ്. ശനി 5-ൽ താരതമ്യേന ഭേദമെന്നേ പറയാൻ സാധിക്കൂ. പക്ഷേ 6-ൽ നിൽക്കുന്ന രാഹു ഇവർക്ക് എന്തായാലും ഗുണത്തെ കൊടുക്കണം. കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും കിട്ടാനുണ്ടായിരുന്ന മുതലോ അല്ലെങ്കിൽ ധനമോ ദ്രവ്യമോ മറ്റു പദാർത്ഥങ്ങളോ വസ്തുക്കളോ ഒക്കെ തന്നെ നഷ്ടപ്പെട്ടിരുന്നത് തിരിച്ചു കിട്ടാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. തങ്ങളുടെ ശത്രുക്കൾ തങ്ങളോടിപ്പോൾ ആ ശത്രുതാ മനോഭാവമൊക്കെ മാറ്റി കൂടുതൽ ഇണക്കത്തോടു കൂടി വരുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ചില മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരവും കാണുന്നു. പ്രത്യേകിച്ചും ഭൂമി സംബന്ധമായോ വസ്തു സംബന്ധമായോ ഉള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് സന്തോഷത്തിൻ്റെ വർത്തമാനം കേൾക്കാൻ സാധിക്കുന്നു. സാമ്പത്തികമായ നേട്ടം അവിടെ നിന്നൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ ഗുണകരമായിട്ടാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച അനുഭവപ്പെടുക. ശുക്രൻ്റെ ലഗ്നത്തിലെ നില സ്വാഭാവികമായിട്ടും ഇവർക്കൊരു സുന്ദരമായ വ്യക്തിത്വവും അതുപോലെ ആകാരഭംഗിയും ഒക്കെ സമ്മാനിക്കും. മനസ്സിൻ്റെ സന്തോഷം ഒരുപക്ഷെ പുറത്തേക്ക് വരുന്നതാകാം. അതുകൊണ്ട് പൊതുവേ ഗുണകരമായിട്ട് കാണുന്നു തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ചില ആലസ്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമെങ്കിലും ചൊവ്വാഴ്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 20, 21, 22, 23 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ 1/4 ഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. കണ്ടകശനി, വ്യാഴത്തിൻ്റെ 6-ാം ഭാവത്തിലെ നില, 5-ൽ പോയി നിൽക്കുന്ന രാഹു, 11-ൽ നിൽക്കുന്ന കേതുവാണ് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗുണത്തെ സമ്മാനിക്കുന്നത്. 2-ാം ഭാവത്തിലേക്ക് സൂര്യൻ പോയിരിക്കുന്നു, ജന്മത്തിൽ ചൊവ്വയുമുണ്ട്. അപ്പോൾ ദോഷഗ്രഹങ്ങൾ കേന്ദ്രങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ട്. അതുപോലെ വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥാന സ്ഥിതിയുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഭാഗ്യക്കേടോ ഈശ്വരാധീനക്കേടോ ഉണ്ടാക്കിയേക്കാം. എന്നാൽ ഈ ആഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം കേതുവിൻ്റെ 11-ലെ നില ഗുണം ചെയ്യണം. വിദേശത്തു നിന്നോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തൊഴിലിലോ ബിസിനസ്സിലോ ഒക്കെ ഫണ്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടസ്ഥാനത്ത് ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി ചേർന്ന് ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായമോ മറ്റു സഹകരണങ്ങളോ അവരിൽ നിന്നുണ്ടാകാനോ ഉള്ള സാധ്യത കാണുന്നു. പൊതുവേ ഗുണകരമായിട്ടാണ് അവരുടെ അവസ്ഥ. മനസ്സ് കുറച്ചുകൂടി ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് മാറുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ അവർക്ക് കൂടുതൽ മനസ്സുറപ്പോടുകൂടി ഇറങ്ങാൻ സാധിക്കുന്നു. അത് സാമ്പത്തിക നേട്ടത്തിനും പ്രവർത്തനങ്ങളിലെ മികവിനും കാരണമായി മാറുന്നു. മറ്റുള്ളവരുടെ കൂടെ, അതായത് സഹപ്രവർത്തകർക്കിടയിലും മേലധികാരികൾക്കിടയിലുമൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വ്യക്തിത്വത്തിന് മാറ്റു വർദ്ധിക്കുന്നതായി മനസ്സിലാക്കാം. പൊതുവേ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മാതാവിന് ചെറിയ ദോഷമോ അവശതയോ ഉണ്ടായേക്കാം. വാഹനവുമായി ബന്ധപ്പെട്ടും ചില അറ്റകുറ്റപ്പണികൾ വന്നേക്കാം. വീട്ടിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വന്നേക്കാം. ഓഫീസ് സംബന്ധമായ കാര്യങ്ങളിലും ചില ചെറിയ മാറ്റങ്ങളോ ചെറിയ പരിഷ്കരണങ്ങളോ ഒക്കെ വന്നേക്കാം. എന്നാലും തുടക്കം കഴിയുമ്പോൾ ഇവർക്ക് പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഞായറാഴ്ച ദിവസം, അതായത് 17-ാം തീയതി ഗുണകരമാണ്. ശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ദിവസങ്ങൾ 22, 23 ആണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അനുകൂല സ്ഥാനത്താണ്. അതുപോലെ തന്നെ ശനിയും അനുകൂല സ്ഥാനത്താണ്. 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയ ചില അസ്വസ്ഥതകളും ചില ആശങ്കകളും ഉണർത്തുമെങ്കിലും അതുപോലെ വീട്ടിലെ അന്തരീക്ഷവും ചില ചെറിയ അസ്വസ്ഥതകൾ ഇവർക്ക് നൽകിയേക്കാം.
പ്രത്യേകിച്ചും മാതാവിനോ അല്ലെങ്കിൽ സഹധർമ്മിണിക്കോ അല്ലെങ്കിൽ ജീവിത പങ്കാളിക്കോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ അല്ലെങ്കിൽ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ കലഹമോ തെറ്റിദ്ധാരണകളോ മിഥ്യാധാരണകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്നാൽ പൊതുവെ സാമ്പത്തികമായ നേട്ടത്തിൻ്റെ കാര്യത്തിൽ വലിയ ദോഷമൊന്നും കാണുന്നില്ല. ഇവർ ഇപ്പോൾ പങ്കെടുക്കുന്ന ചർച്ചകളും അതുപോലെ തന്നെ അഭിമുഖങ്ങളും അതുപോലെ മറ്റ് പരീക്ഷകളും എല്ലാം തന്നെ അങ്ങനെയുള്ള വെല്ലുവിളികളെല്ലാം തന്നെ വിജയപൂർവ്വം ഇവർക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിൻ്റെ കാര്യത്തിലും ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. കയ്യിലേക്ക് അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് കിട്ടിയ വാഹനത്തിന് ചിലപ്പോൾ ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ടി വരികയോ ചെയ്തേക്കാം. അല്ലെങ്കിൽ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്ടിലെ പെറ്റ്സോ അല്ലെങ്കിൽ വീട്ട് മൃഗങ്ങളോ ഒക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അവശത അനുഭവിക്കേണ്ടി വന്നേക്കാം. പ്ലാൻ ചെയ്തിരുന്ന ഉപാസനാമൂർത്തിയുടെയോ ഭരദേവതാ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയും ചിലപ്പോൾ മുടങ്ങിയേക്കാം. എന്നാൽ സാമ്പത്തികമായിട്ട് വലിയ ദോഷം കാണുന്നില്ല. യാത്രയൊക്കെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കപ്പെടും. അതുകൊണ്ട് ദോഷങ്ങളൊന്നും വലുതായിട്ട് കാണുന്നില്ല. പൊതുവേ ധനപരമായ കാര്യത്തിലും തങ്ങളുടെ പ്രവർത്തന മേഖലയിലും ഇവർക്ക് നന്നായി ഷൈൻ ചെയ്യാൻ സാധിക്കുന്ന ആഴ്ച തന്നെയാണ്. ബാക്കി കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 18, 19 നല്ല ദിവസമാണ്. മകരക്കൂർ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവർക്കും കഴിഞ്ഞ കുറച്ച് നാളായിട്ടുണ്ടായിരുന്ന വ്യാഴത്തിൻ്റെ 4ലെ സ്ഥിതി കണ്ടകവ്യാഴനാണെങ്കിലും സാമ്പത്തിക നേട്ടം നൽകും. എന്നാൽ തൊടുന്ന കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തിയോ തടസ്സമോ ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാകുന്ന മാനസിക വിഷമങ്ങളൊക്കെ മാറുന്നു ഈ ആഴ്ചയിൽ. രാഹുവിൻ്റെ 3ലെ നിലയും എന്നാൽ 9ൽ പോയി നിൽക്കുന്ന കേതുവിൻ്റെ നിലയും ഇവർക്ക് അത്ര നല്ലതല്ല. അതുകൊണ്ടത് വളരെ ശ്രദ്ധിക്കുക. 9ലെ കേതുവിൻ്റെ നില സ്വാഭാവികമായിട്ടും പിതാവിന് ദോഷമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പുത്രന്മാർക്കോ പുത്രയുടെ പുത്രന്മാർക്കോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള പൗത്രികൾക്കോ പൗത്രന്മാർക്കോ ഒക്കെ ദോഷമുണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ശാരീരികമായ അവശതയാണ് അതിൽ കാണുന്നത്. പഠന സംബന്ധമായ കാര്യങ്ങളിലും ചിലപ്പോൾ ചില മുടക്കങ്ങൾ വരാം. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ഉന്നത ബിരുദങ്ങൾക്കോ ഉന്നത പഠനങ്ങൾക്കോ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ചെറിയ ചില തടസ്സങ്ങൾ ഈ ആഴ്ച ഉണ്ടായേക്കാം. പക്ഷേ പിന്നീട് വരുന്ന ആഴ്ചകളിൽ ഇതൊക്കെ മാറിക്കിട്ടുന്നതുമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം പിതാവിനുണ്ടാകുന്ന ശാരീരികമായ അലർജി അസുഖങ്ങളാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ അനുകൂലമായ സ്ഥിതി അടുത്ത വർഷം പകുതിക്ക് ശേഷം, അതായത് അടുത്ത വർഷം ഏപ്രിലോടുകൂടി മാത്രമേ ഏതെങ്കിലും തരത്തിൽ അനുഗ്രഹമായി മാറുകയുള്ളൂ. അതുവരെയും ഇവർ ശ്രദ്ധിക്കേണ്ടത് ശുക്രൻ്റെ 10ാം ഭാവത്തിലെ നിലയും അതുപോലെ തന്നെ 11ൽ നിൽക്കുന്ന ചൊവ്വയും ഇവർക്ക് സാമ്പത്തികമായ ഗുണം നൽകുമെന്നതാണ്. പ്രവർത്തനങ്ങളിൽ കൂടുതൽ നന്നായി ഇവർക്ക് ഇടപഴകാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളെക്കുറിച്ച് പ്രവർത്തന മേഖലയിലെ അവരുടെ കഴിവിനെക്കുറിച്ചും ആളുകൾക്ക് മതിപ്പുണ്ടാകുന്നു, സഹപ്രവർത്തകർക്ക് മതിപ്പുണ്ടാകുന്നു. കൂടുതൽ നല്ല മേഖലകളിലേക്ക് ഉയരാൻ സാധിക്കുന്നു. അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടവും ഉണ്ടാകുന്നു. യാത്രാഗുണം കാണുന്നു. വസ്ത്രമോ അതുപോലെ തന്നെ വിലപിടിപ്പുള്ള മറ്റ് ഇലക്ട്രോണിക്സ് വസ്തുക്കളോ ഒക്കെ സമ്മാനമായി ഈ ആഴ്ച ലഭിക്കാനും സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 17, 20, 21 നല്ല ദിവസങ്ങളാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗമാണ്. കുറേ കാലമായി പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കുംഭക്കൂറിനെ അലട്ടുന്നുണ്ട്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രധാനമായും സാമ്പത്തികമാണ്. പല കാര്യങ്ങളിലും സാമ്പത്തികമായ അപര്യാപ്തത തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ പിന്നെ അതുപോലെ ജന്മത്തിൽ നിൽക്കുന്ന ശനി എപ്പോഴും തടസ്സങ്ങളും പ്രശ്നങ്ങളുമാണ്. അകാരണമായ ഭയം, മാനസിക വിഷമം ഇതെല്ലാം ഉണ്ടാകാം. ഇപ്പോൾ 2ൽ രാഹു, അഷ്ടമത്തിൽ കേതു, ഇതും ശ്രദ്ധിക്കണം. 2ലെ രാഹു പലപ്പോഴും നാവിന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. വായിക്കോ മുഖത്തിനോ എന്തെങ്കിലുമൊക്കെ അസുഖമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കണ്ണ്, ത്വക്ക്, ഈ ഭാഗങ്ങളെ മുഖത്തിൻ്റെ മുഖം എന്ന ഭാഗത്തുള്ള ത്വക്കിനോ അല്ലെങ്കിൽ കണ്ണിനോ മുടിക്കോ ഒക്കെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അയൽവക്കക്കാരുമായിട്ടൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഈർഷ്യയോ വഴക്കോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. എന്നാൽ സാമ്പത്തികമായിട്ട് ഇവർക്ക് ദേവി അനുഗ്രഹിച്ച ഒരു ആഴ്ചയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് സാമ്പത്തിക ഗുണം തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ അനുഗ്രഹം 9ാം ഭാവത്തിലെ അനുഗ്രഹം സർവത്ര ദോഷങ്ങളെയും പരിഹരിക്കുന്നത് കൊണ്ട്, ശുക്രൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ആഴ്ച ഇവർക്ക് കാര്യങ്ങളെല്ലാം നന്നായി പോകും. ജീവിതത്തിൽ ഇവരെ സ്വാധീനിക്കുന്നത് ഈ ആഴ്ച മിക്കവാറും ഒരു സ്ത്രീ ആയിരിക്കാം. ഒരുപക്ഷെ അമ്മ, അതല്ലെങ്കിൽ സഹോദരി, അതല്ലെങ്കിൽ ഭാര്യ, മകൾ, സുഹൃത്ത്, ലേഡി സുഹൃത്ത്, ഇതൊക്കെ ഒരുപക്ഷെ ഈ നക്ഷത്രക്കാരായ പുരുഷന്മാരെ സഹായിക്കും. അതുപോലെ തിരിച്ചും ഓപ്പോസിറ്റ് സെക്സുകൾ പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു അവസരം കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ ആ ഒരൊറ്റ ഗ്രഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകുന്നു. യാത്ര, പ്രവർത്തനങ്ങളിൽ ഗുണം,
തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തങ്ങളുടേതായ കയ്യൊപ്പ് വയ്ക്കുന്നവർക്ക് തീർച്ചയായിട്ടും സാമ്പത്തിക വിജയവും അതുതന്നെ പ്രവർത്തന വിജയവും കാണുന്നു. പൊതുവെ ഗുണകരം തന്നെയാണ് ഇവർക്ക് ഈ ആഴ്ച പ്രവർത്തനങ്ങളിലെയും സാമ്പത്തിക വിജയങ്ങളിലെയും കാര്യത്തിൽ. ആദ്യം പറഞ്ഞ മറ്റു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ പ്രത്യേകം ജാഗ്രത പാലിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 18, 19, 22, 23 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ള ദിവസമാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ നിൽക്കുന്ന രാഹു, 7ൽ നിൽക്കുന്ന കേതു, 12ാം ഭാവത്തിലെ ശനി, അതുപോലെ തന്നെ 9ൽ ചൊവ്വ, അഷ്ടമത്തിൽ പോയി നിൽക്കുന്ന ശുക്രൻ, ഇതെല്ലാം തന്നെ പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. അഷ്ടമത്തിലെ ശുക്രൻ മറ്റു ദോഷങ്ങൾ ഉണ്ടാക്കില്ല, സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിലും വലിയ ദോഷം ഉണ്ടാക്കില്ല. പക്ഷേ ഉദരസംബന്ധമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആശങ്കകളോ തങ്ങളുടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ ഉണ്ടായേക്കാം. ഏതെങ്കിലും തരത്തിൽ അവരെ ഭീതി ഉണ്ടാക്കിയേക്കുന്ന ചില അവസരങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിലും ചിലപ്പോൾ ചില കലഹങ്ങൾ ഉണ്ടായേക്കാം. അതൊരു പക്ഷേ സമൂഹത്തിലെ സ്ത്രീകളോട് ഇടപെടുന്ന കാര്യത്തിലായാലും ശരി, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന മേഖലയിലെ സ്ത്രീ സാന്നിധ്യങ്ങളോടായാലും ശരി, അതല്ലെങ്കിൽ വീട്ടിൽ അമ്മയോ സഹോദരിയോ മകളോ ഭാര്യയോ ഒക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ തങ്ങളെ സംശയിക്കുകയോ ഏതെങ്കിലും തരത്തിൽ വഴക്കുണ്ടാകുകയോ ചെയ്യാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകളോട് ഇടപഴകുമ്പോൾ ഈ നക്ഷത്രക്കാരായ പുരുഷന്മാർ വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. മറ്റൊന്ന്, സാമ്പത്തികമായിട്ട് ഇവർക്ക് ഇപ്പോഴും വലിയ മങ്ങലൊന്നും ഏറ്റിട്ടില്ല. ചില കയറ്റിറക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും പൊതുവേ സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഇവർക്ക് ബലം തന്നെ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവർക്ക് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ചില സാമ്പത്തിക നേട്ടമൊക്കെ കാണുന്നുണ്ട്. ചിലവ് അധികരിച്ചിരിക്കുമെങ്കിലും അതനുസരിച്ചുള്ള ധനം ഇവരിലേക്ക് ആഴ്ചയുടെ അതായത് 2ാം പകുതിക്ക് ശേഷം വന്നു ചേരും. അതുകൊണ്ട് പൊതുവേ ഗുണകരം തന്നെയാണ്. ശ്രദ്ധിക്കേണ്ടത്, ആളുകളോട് ഇടപഴകുമ്പോഴും കുടുംബത്തിലുമൊക്കെ തങ്ങളുടെ വ്യക്തിത്വം നശിക്കാതെ നോക്കുക. സംശയത്തിന് ഇട നൽകാത്ത തരത്തിൽ പ്രവർത്തിക്കാൻ നോക്കുക. ഇൻഫെക്ഷൻ ശരീരത്തിന് ബാധിക്കാൻ സാധ്യതയുണ്ട്. ത്വക്ക് സംബന്ധമായോ അലർജി സംബന്ധമായോ ഉള്ള അസുഖങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 17, 20, 21 നല്ല ദിവസങ്ങളാണ്. ശനിദേവന് എപ്പോഴും സ്തുതിയും പ്രാർത്ഥനയും ഇഷ്ടം തന്നെയാണ്. പക്ഷേ അഹങ്കാരം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടുള്ള സ്തുതിയോ പ്രാർത്ഥനയോ ഒന്നും അദ്ദേഹം ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഏറ്റവും വിനയാന്വിതനായി ഓം ശനൈശ്വരായ നമ എന്ന് എപ്പോഴും ജപിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധി പാലിക്കുക, കറുത്ത വസ്ത്രം ധരിക്കുക. അങ്ങ് ശനിയുടെ വാഹനമായ കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ടെങ്കിലും എച്ചിൽ കൊടുക്കുക. ഇടതുവശം ശനിയുടേതാണെന്നാണ് ആചാര്യന്മാരുടെ സങ്കല്പം. അതുകൊണ്ട് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. ഉപേക്ഷിക്കപ്പെട്ടതെല്ലാം വളരെ ദിവ്യമായി കാണുന്നു ശനിദേവൻ. അതുകൊണ്ട് തന്നെ ആക്രി കച്ചവടക്കാർക്കെല്ലാം വളരെ ശനി ബലവാനായിരിക്കുമെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടത്തെ കൈകൊണ്ട് കാക്കയ്ക്ക് എച്ചിൽ കൊടുക്കുക. തെരുവ് നായ്ക്കൾ ഉൾപ്പെടെയുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള മൃഗങ്ങളെ പരിപാലിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ആഹാരമെങ്കിലും കൊടുക്കുക. ഉപദ്രവിക്കാതെ ഇരിക്കുക. ഓം ശനൈശ്വരായ നമ ജപിക്കുക. നീരാഞ്ജനം അർപ്പിക്കുക. ഇതൊക്കെയാണ് ശനിദോഷം ഉള്ളവർക്കും 7ര ശനി, കണ്ടകശനി, അഷ്ടമശനി, ജന്മശനി തുടങ്ങിയവർക്കും ചെയ്യേണ്ട കാര്യങ്ങൾ. ഓം നമോ നാരായണായ ജപിക്കുക. വ്യാഴത്തിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഓം നാഗായ നമ എന്ന് ജപിക്കുക നാഗദോഷമുള്ളവർ. അതുപോലെ കേതുവിന് ദോഷമുള്ളവർ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നും ജപിക്കുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.